ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സോഷ്യൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എസ് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ, അതായത് യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് ഹഗിയ സോഫിയ എന്ന ചരിത്ര സ്മാരകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കി. തുടർന്ന് ഇറ്റലിയുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് ഇറ്റലി. തുടർന്ന് മധ്യകാലഘട്ടത്തിലെ സവിശേഷതകളും 13ാം നൂറ്റാണ്ടോടെ ഉണ്ടായ മാറ്റങ്ങളും, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഡീവൽ പീരീഡ് ആൻഡ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദി 13th century. ദെൻ വി സ്റ്റഡീഡ് അബൌട്ട് റീനൈസൻസ്, അതായത് നവോത്ഥാനത്തെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നൊന്നും കൂടി എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഇവിടെ ഹഗിയ സോഫിയയെക്കുറിച്ച് പറയുന്നുണ്ട്. ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഈ സ്മാരകം AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചതെന്ന് പറയുന്നു. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായിട്ട് ഇത് നിലനിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ് ഈ ഹഗിയ സോഫിയ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചരിത്രശേഷിപ്പുകൾ ഇപ്പോഴും എവിടെയുണ്ട്? കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ട്. അപ്പോൾ ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം ഇങ്ങനെ പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി ഹഗിയ സോഫിയ? ഹഗിയ സോഫിയയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നോക്കൂ, ഹഗിയ സോഫിയ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മോണുമെൻറ്റ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ ദി 6th century AD. Now it is a preserved history museum in Turkey. It is the epitome of the architectural splendors. അതായത് ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിലൊന്നാണ് ഹഗിയ സോഫിയ. AD 6ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. ഇപ്പോൾ ഇത് തുർക്കിയിലെ ചരിത്ര മ്യൂസിയം ആയി സംരക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു വാസ്തുവിദ്യക്ക് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ. പിന്നീട് മനസ്സിലാക്കിയത് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ്, ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. നോക്കൂ, ഈ ഒരു ഭൂപടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനം എവിടെയാണ്? യൂറോപ്പ് വൻകരയുടെയും ഏഷ്യൻ വൻകരയുടെയും ഇടയിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതിനെക്കുറിച്ച് പറയുന്നത് നോക്കൂ. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇപ്പോഴത്തെ ഇസ്താംബുൾ. ഇപ്പോൾ അതിൻ്റെ പേര് ഇസ്താംബുൾ എന്നാണ്. അങ്ങനെ ലോക ചരിത്രത്തിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ, ദി പ്രസൻറ്റ് ഇസ്താംബുൾ, ദ റിസ്റ്റൈൽഡ് ക്യാപിറ്റൽ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ, ഹാസ് എ യുണീക്ക് പ്ലേസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. പിന്നീട് നാം മനസ്സിലാക്കിയത് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകളെക്കുറിച്ചായിരുന്നു. അതിൽ ഒന്നാമതായിട്ട് പറയുന്നു, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു, സെൻറ്റർ ഓഫ് നോളജ്. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു, അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെക്സ്റ്റ്സ്. ഇനി മറ്റൊരു സവിശേഷത എന്താണ്? ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു. നമ്മൾ നേരത്തെ ആ ഒരു മാപ്പിൽ കണ്ടു, ഏഷ്യ വൻകരയുടെയും പിന്നെ യൂറോപ്പ് വൻകരയുടെയും രണ്ടും ടച്ച് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏഷ്യൻ വൻകരയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിളിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഒരു കവാടമായിരുന്നു, ഇവിടെ പ്രവേശന കവാടമാണ് എന്ന് ഈ ഒരു സ്ഥലത്തെ നമുക്ക് പറയാം, വിശേഷിപ്പിക്കാം. ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. പിന്നീട് നാം എന്താണ് മനസ്സിലാക്കിയത്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 കീഴടക്കി. അപ്പോൾ അങ്ങനെ അതുവരെ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന കിഴക്കൻ റോമ സാമ്രാജ്യം എന്ത് ചെയ്തു? തകർന്നു പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പോയി. അതുപോലെ തന്നെ അതിൽ വലിയൊരു വിഭാഗം പോയത് എവിടേക്കാണ്? ഇറ്റലിയിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കൂ. വെൻ ഡിഡ് ദ ടർക്സ് കോൺക്വേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ? എപ്പോഴാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കിയത്? എപ്പോഴാണ്? 1453. മറ്റൊരു ചോദ്യം നോക്കൂ. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതിനു ശേഷം ഉണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തായിരുന്നു? വാട്ട് വെർ ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ദി കോൺക്വസ്റ്റ് ഓഫ് ദി കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദി ടർക്സ്? അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ? ഇറ്റ് റിസൾട്ടഡ് ഇൻ ദി ഫാൾ ഓഫ് ദി സെഞ്ച്വറീസ് ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയർ. നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്ത് ചെയ്തു? തകർന്നു പോയി. കോൺസിക്വൻ്റ്ലി സ്കോളേഴ്സ്, ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫ്ലഡ് ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ടു നിയർ ബൈ ഏരിയാസ് ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നിന്നും പാലായനം ചെയ്തു. ആരൊക്കെയാണ്? സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും
അതുപോലെ തന്നെ കലാകാരന്മാരൊക്കെ എന്ത് ചെയ്തു, തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അതുപോലെ തന്നെ മെനി ഓഫ് ദം മൈഗ്രേറ്റഡ് ടു ഇറ്റലി. അതിലൊരു വിഭാഗം ആളുകൾ, വലിയൊരു വിഭാഗം ആളുകൾ ഇറ്റലിയിലേക്കാണ് പലായനം ചെയ്തത്. ഇവിടെ മറ്റൊരു ചോദ്യം നോക്കൂ. എന്തുകൊണ്ടായിരിക്കാം പണ്ഡിതന്മാരും കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഇറ്റലിയിലേക്ക് കുടിയേറിയത്? വൈ ഡിഡ് ദ സ്കോളേഴ്സ്, ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് മൈഗ്രേറ്റ് ടു ഇറ്റലി? എന്താണ് കാര്യം നോക്കൂ. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി. അതുകൊണ്ടാണ് അവരൊക്കെ ഇറ്റലിയിലേക്ക് പോകാൻ കാരണം. അതുപോലെ തന്നെ ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, സമ്പന്നരായിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ താല്പര്യരായിരുന്നു. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇസ്താംബൂളിൽ നിന്ന്, അതായത് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ആളുകൾ അവിടെ തുർക്കി കീഴടക്കിയപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ പോകാൻ കാരണം. അതുപോലെ തന്നെ ഇത്തരം സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് upheld the rich Greco-Roman traditions. The rich Italian traders were the patrons of art, literature and culture. These traders were keen to preserve the historical and cultural heritage. Hence, the Italian cities furthered thinking and encouraged the spirit of learning among the immigrant scholar. By the end of the 13th century, the Renaissance, which began in Italy, flourished and spread to other nations. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്കൊരു പദസൂര്യം പൂർത്തിയാക്കാനുണ്ടായിരുന്നു. ഇറ്റലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പദസൂര്യൻ രീതിയിൽ. അറ്റാക്ക് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ്, തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം. പിന്നെന്തൊക്കെയാണുള്ളത്? ഗ്രീക്കോ റോമൻ സാംസ്കാരിക പൈതൃകം, സമ്പന്നരായ വ്യാപാരികളുടെ പ്രോത്സാഹനം, അതുപോലെ തന്നെ ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ വ്യാപാരികൾക്കുണ്ടായിരുന്ന അറ്റാക്ക് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ്, റിച്ച് ഗ്രീക്കോ. The traders were the great patrons of art, literature and culture. The traders were keen to preserve the historical and cultural heritage. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് മധ്യകാലഘട്ടത്തിലെ സവിശേഷതകളും അതുപോലെ തന്നെ 13-ാം നൂറ്റാണ്ടോടെ ഉണ്ടായ, നോക്കൂ എന്തൊക്കെയാണ് മധ്യകാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അക്കാലത്തിലെ കലയും സാഹിത്യവും ചരിത്രമൊക്കെ എന്തായിരുന്നു? മതപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അവരുടെ ആ ഒരു ആശയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലത്തീൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. അപ്പോൾ ഈ ഭാഷകളിലൊക്കെ ആയിരുന്നു അന്നത്തെ കൃതികളൊക്കെ രചിച്ചിരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് പണ്ഡിത ഭാഷകളായതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു കല, സാഹിത്യം, ചരിത്രം എന്നിവയെക്കുറിച്ചൊന്നും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ പണ്ഡിതരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷകളായിരുന്നു ഇത്തരത്തിലുള്ള കൃതികളൊക്കെ രചിച്ചിരുന്നത്. The fine arts, literature and history in the medieval period were centered on religious. The texts were invariably written in Greek and Latin, as these languages were considered elite and scholarly. പിന്നീട് എന്തായി? 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം പ്രാദേശിക ഭാഷകളായിട്ടുള്ള ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിൽ കൃതികൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ എന്തായി? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാനും അറിയാനൊക്കെ കഴിഞ്ഞു. കാരണം ഇത്തരം പ്രാദേശിക ഭാഷകളായിട്ടുള്ള ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലൊക്കെ ആയതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള കൃതികൾ വായിക്കാൻ അവസരം കിട്ടി. അതുകൊണ്ട് തന്നെ അവർക്ക് വിദ്യാഭ്യാസ ഈ ഇത്തരം ഒരു മേഖലയിൽ സാഹിത്യത്തിലും കലയിലും ചരിത്ര പഠനത്തിലൊക്കെ എന്തായി? മുൻപന്തിയിലേക്ക് വന്നു. അതോടെ മതപരമായിട്ടുള്ള ആശയങ്ങൾക്ക് പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി. By the dawn of the 13th century, Latin and Greek gave way to regional languages like English, Spanish and French. The writers of this period adopted the life of the common man as the central theme of their works. The literature of this period was no longer confined to religion and philosophy,
but gave way to themes that depicted diverse aspects of human life. കൂടാതെ ഇത്തരം മാറ്റങ്ങളിൽ ഈ ഒരു കൃതികളിൽ മാത്രമല്ല ചിത്രകല, ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. Similar changes occurred in other art forms like painting and sculpture. This vision primarily concerned with the various aspects of human life is known as humanism. അപ്പോൾ എന്താണ് മാനവികത? ഹ്യൂമനിസം എന്താണ്? വാട്ട് ഈസ് ഹ്യൂമനിസം? The vision primarily concerned with the various aspects of human life is known as humanism. മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് മാനവികത എന്ന് പറയുന്നത്. പിന്നീട് പറഞ്ഞത് നവോത്ഥാനത്തെക്കുറിച്ചാണ്, റിനൈസൻസിനെ കുറിച്ചാണ് പിന്നീട് പറഞ്ഞത്. നോക്കൂ, പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു. എന്താണ് മാനവികത എന്ന് നേരത്തെ പറഞ്ഞു. മനുഷ്യജീവിതത്തിൽ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു മാനവികത ഇതിൻ്റെ പ്രേരകമായിട്ട് എന്തായി, പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ തുടങ്ങി. അതുപോലെ തന്നെ യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് വളരെയധികം സഹായകമായി. അതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉണർവാണ് നവോത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. ദ ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമനിസം ഇൻസ്പയർഡ് യുണീക്ക് തോട്ട്സ് ഓൺ ദി യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. ഇറ്റ് പ്രൊമോട്ടഡ് റീസണിംഗ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. Consequently, a new awakening in all spheres of human life became visible in Europe and it is known as the. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ, മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി റിനൈസൻസ് എന്തൊക്കെയാണ്? മാനവികത, ഹ്യൂമനിസം, യുക്തിചിന്ത, റീസണിങ്, അതുപോലെ തന്നെ അന്വേഷണ ത്വര, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. ഏതായാലും ഇതൊക്കെ ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിലെ സവിശേഷതകൾ, 13-ാം നൂറ്റാണ്ടോടെ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് 2 കോളങ്ങളാക്കിയിട്ട് ആ സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മധ്യകാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? കല, സാഹിത്യം എന്നിവ മതപരമായ ആശയങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അതുപോലെ തന്നെ ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിലാണ് കൃതികൾ രചിച്ചിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മധ്യകാലഘട്ടത്തിൻ്റെ സവിശേഷതയായിട്ട് മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ കണ്ടുവെന്നും എഴുതാം. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാം? കല, സാഹിത്യം എന്നിവയിൽ സാധാരണ ജനങ്ങളുടെ ജീവിതമായിരുന്നു ചർച്ച ചെയ്തത്. അതുപോലെ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത്. പിന്നെ യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ച. ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കൂ. ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി വെർ സെൻറ്റേഡ് ഓൺ റിലീജിയസ് ഐഡിയോളജി. ദ ലിറ്റററി വർക്ക്സ് were written in Latin and Greek languages. Deals with things only on the basis of religion. Art, literature and history were centered on the life of the common man. The literature works were written in regional languages such as English. Growth of reasoning and spirit. കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു ആക്ടിവിറ്റി കൂടി തന്നിട്ടുണ്ട്. നവോത്ഥാനം സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു പദചക്രം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പദചക്രത്തിൽ ഇവിടെ നവോത്ഥാനം നടുവിൽ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ മാനവികത ഉണ്ട്, പ്രാദേശിക ഭാഷകൾ വളർച്ച കൊടുത്തിട്ടുണ്ട്, സംഭവങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും കാര്യകാരണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി, അറിയപ്പെടാത്ത കാര്യങ്ങളും പ്രപഞ്ച നിയമങ്ങളും അന്വേഷിച്ച് കണ്ടെത്താനുള്ള താല്പര്യം, ഇങ്ങനെ ബാക്കി ഒഴിഞ്ഞ കളികളോട് കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനുണ്ട്. ഇവിടെ താഴെ കൃതികൾ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ എഴുതാൻ തുടങ്ങി. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തു. യുക്തി ചിന്ത. കംപ്ലീറ്റ് ദി വേർഡ് വീൽ ഇൻക്ലൂഡിംഗ് ദി ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്. The literature works were written in regional languages such as English, Spanish and gave importance to the life of the common man. The spirit of enquiry, reason. അപ്പോൾ ഈ ഒരു പദചക്രം നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നോക്കൂ, നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? മാനവികത, യുക്തിചിന്ത, അന്വേഷണത്വര, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. അടുത്ത ചോദ്യം നോക്കൂ, ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? തുർക്കിയുടെ ഭാഗമാണ്. ഒരു പ്രധാനപ്പെട്ട അതിന് പേര് മാറ്റിയിട്ടുണ്ട്, എന്താണ്? ഇസ്താംബുൾ എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. തുർക്കിയിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ്
ഇസ്താംബുൾ. അടുത്തത് എന്താണ് മാനവികത? മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് മാനവികത. താഴെ കാണുന്ന ചരിത്ര സ്മാരകം ഏതാണ്? ഹഗിയ സോഫിയ. മധ്യകാല യൂറോപ്പിൽ ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? സി. കോൺസ്റ്റാന്റിനോപ്പിൾ. പിന്നീട് ഹഗിയ സോഫിയയുടെ പ്രാധാന്യം എന്ത്? അത് ഇവിടെ സ്ഥിതി ചെയ്യുന്നു? കോൺസ്റ്റാന്റിനോപ്പിളാണ്. AD 6-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ്? ചരിത്ര സ്മാരകമാണ്. ഒരു മികച്ച വാസ്തുവിദ്യക്ക് ഉത്തമ ഉദാഹരണമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞു, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു എന്നൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കേട്ടോ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം ഏത്? 1453. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഇസ്താംബുൾ. നവോത്ഥാന പ്രക്രിയ ഇറ്റലിയിൽ ആരംഭിച്ചത് എന്നാണ്? 13-ാം നൂറ്റാണ്ടോടുകൂടി. ലോക ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം ഉണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? വിനോദസഞ്ചാര കേന്ദ്രം അതിൽ പെടാത്തതാണ്. പുരാതന ഗ്രീക്ക് റോമ സാമ്രാജ്യത്തിലെ പൈതൃകം പേറുന്ന രാജ്യം ഏതാണ്? മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ രചിക്കപ്പെട്ട പണ്ഡിത ഭാഷ താഴെ പറയുന്നവയിൽ ഏതാണ്? സി. ലാറ്റിൻ. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് ഡാഷ് എന്ന് വിളിക്കുന്നത്? എന്താണ്? മാനവികത. ഏതെല്ലാം ഭൂഖണ്ഡങ്ങൾക്കിടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെയാണ്? യൂറോപ്പും അതുപോലെ തന്നെ ഏഷ്യയും. ഇവയ്ക്ക് രണ്ടിനും ഇടയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അതായത് ഇസ്താംബുൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാണ്, റോമൻ സാമ്രാജ്യം തകർന്നു. അതുപോലെ തന്നെ അവിടെയുള്ള പണ്ഡിതരും കലാകാരന്മാരൊക്കെ എന്ത് ചെയ്തു? ഇറ്റലിയിലേക്ക് പലായനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് പറഞ്ഞു. നവോത്ഥാനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? പണ്ഡിത ഭാഷയുടെ വളർച്ച. അത് നവോത്ഥാനത്തിൽ സവിശേഷതകളിൽ പെടാത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ വർക്ക്സും നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. ബൈ, സി യു.